ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പല ഭക്തരും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്, പല ഭക്തരും ചെയ്യുന്നതായിട്ട് കാണാറുമില്ല. എന്നാൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ആരും ഈ ഒരു കാര്യത്തെ മറന്നു പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ കാണാനായിട്ട് എത്തുന്ന വേളയിൽ അദ്ദേഹത്തിനെ കാണുന്നതിന് മുൻപ് തന്നെ നമ്മൾ മറ്റൊരു ദേവനെ കൂടെ അവിടെ കാണാനുണ്ട്. ഭഗവാന്റെ രുദ്രതീർത്ഥക്കുളം, രുദ്രൻ വസിക്കുന്ന തീർത്ഥമാണ് രുദ്രതീർത്ഥം. രുദ്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, മഹാദേവൻ, അദ്ദേഹത്തിന്റെ നന്മയാർന്ന മനസ്സാണെന്ന് പൊന്നു ഗുരുവായൂരപ്പനിരിക്കുന്ന മണ്ണ്. നമുക്ക് ഭഗവാനെ കാണാനായിട്ട് ഓടിച്ചെല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ അടിസ്ഥാന ഘടകം മഹാദേവൻ തന്നെയാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ രുദ്രതീർത്ഥക്കുളത്തിൽ ഇറങ്ങി കൈകാലുകൾ ശുദ്ധി വരുത്തിയ ശേഷം അദ്ദേഹത്തിനോട് അനുവാദം വാങ്ങിയിട്ട് വേണം പൊന്നു ഗുരുവായൂരപ്പനെ കാണാനായിട്ട്. അദ്ദേഹത്തിന്റെ ആ നന്മയാർന്ന മനസ്സാണ് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന പുണ്യഭൂമി. അപ്പൊ അതാരും മറന്നു പോകരുത്. വീടുകളിൽ നിന്നും ദേഹശുദ്ധി വരുത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ കൂടെ ഭഗവാന്റെ ആ രുദ്രതീർത്ഥക്കുളത്തിൽ ഇറങ്ങി കൈകാലുകൾ ശുദ്ധി വരുത്തുക. കുളിക്കാൻ സാധിക്കുന്ന ആളുകൾ കുളിക്കുക. രുദ്രൻ വസിക്കുന്ന തീർത്ഥമാണ് രുദ്രതീർത്ഥം. അത്രയും പ്രാധാന്യമുള്ള ഒരു രുദ്രതീർത്ഥക്കുളമാണ് ഗുരുവായൂർ ക്ഷേത്ര രുദ്രതീർത്ഥക്കുളം. ആരും ആ ഒരു കാര്യത്തെ മറന്നു പോകരുത്. എല്ലാ ഭക്തർക്കും ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെയും മഹാദേവന്റെയും അനുഗ്രഹം ലഭിക്കട്ടെ. സർവം ശ്രീകൃഷ്ണ.